വലിയ കുമ്പളങ്ങല്ലേ? ഇത് പടോ മത്സരല്ലേ ഇപ്പൊ? കുഴിച്ചിട്ടാണല്ലേ? ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് ആ കുമ്പളങ്ങ ഉണ്ടായത് എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് മൂത്തുമ്മ കുഴിച്ചിട്ട കുമ്പളങ്ങയാണ്. നമ്മളെ കുളിമുറിയുടെ മേലെ കൂടി ആയിട്ടത് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ മേലെ നിന്നാട്ടോ ഈ കുമ്പളങ്ങ കിട്ടിയിരിക്കണത്. ഇനി അതിൻ്റെ വള്ളി പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കുളിമുറിയുടെ ബാക്കിലൊരു തെങ്ങുണ്ട് കേട്ടോ. അതിൻ്റെ മേലേക്ക് കയറിയിരിക്കുകയാണ്. അതിന്മേൽ 2 കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ മൂത്തമാരോട് ചോദിച്ചു ഇനി ആ കുമ്പളങ്ങ എങ്ങനെ കിട്ടുക ചോദിച്ചപ്പം അതിങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങി വരും, അതിൻ്റെ ഭാരം കൂടുമ്പോൾ അടിയിലേക്ക് ഇറങ്ങി വരും പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കുമ്പളങ്ങ കിട്ടും. അവിടെ ആ പൂവ് കണ്ടോ, ആ പൂവിൻ്റെ അടുത്താട്ടോ ആ കുമ്പളങ്ങ ഉള്ളത്. വീഡിയോയിൽ അങ്ങനെ കറക്റ്റ് കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. അതിൻ്റെ അടുത്തായിട്ടാണ് ആ കുമ്പളങ്ങ വരുന്നത്. 2 ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുമ്പളങ്ങ കിട്ടിയിരിക്കണത് നമ്മളെ ഈ കുളിമുറിയുടെ മേലെ നിന്നാണ്. അത് പിന്നെ ലാഡറൊക്കെ വെച്ചിട്ട് അങ്ങനെ കയറിയെടുത്താണ് കേട്ടോ. പിന്നെ കണ്ടോ അതിൻ്റെ വള്ളിയാൾ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കണം. അവിടെ നല്ല സൂര്യപ്രകാശം അതൊക്കെ കിട്ടുകൊണ്ട് നല്ല നീറ്റായിട്ട് ഉണ്ടാവുകയും ചെയ്തിരിക്കണം കേട്ടോ. അവിടെ ആ പാടമൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ, നല്ല രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു മുടിയിലും ഉണ്ടായിക്കണു. ഇനി കാണാതിരിക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഒരുപാട് വള്ളിയാൾ ഒരുപാട് സ്ഥലത്ത് കൂടെയൊക്കെ പോയിക്കണു കേട്ടോ. ഇനി കുറച്ച് മൂത്തമാരുടെ കുറച്ച് കൃഷികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു ചീനാപ്പറങ്ങി മുളകാണ് കേട്ടോ. അതേപോലെ തന്നെ വെണ്ടയ്ക്കുണ്ട്, വെണ്ടയ്ക്കൻ്റെ തയ്യാട്ടത്. അങ്ങനെ മൂത്തമാനെ കൊണ്ട് കഴിയുന്നതൊക്കെ മൂത്തമ്മ കൂടി ആഡാക്കിക്കണം കേട്ടോ. അപ്പം അതിനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് മധുരക്കിഴങ്ങില്ലേ, ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും, ആ ഒരു ഇതാട്ടോ. ഇത് മത്തന കുമ്പളങ്ങോ അങ്ങനെ എന്തോ ആണ്. അതോടെ ഒരു ചീരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. അടുക്കളത്തോട്ടമായിട്ട് നമുക്ക് ഇതിനെ പറയാം കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മൂത്തമ്മ കുഴിച്ചിട്ടിരിക്കണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. കോഴികളെ നല്ല സൗണ്ട് കാരണം കേട്ടോ ചില ഭാഗത്തൊക്കെ വോയിസ് ഓവർ എടുക്കണത്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ വോയിസ്. ഞങ്ങൾ നീലമുന്തിരി ആ ചെറിയ ഉരുണ്ടിട്ടുള്ള മുളകല്ലേ, വൈതനങ്ങൻ്റെ മരക്കത്തെ ഇതെവിടെയാണ് ആവരുത് എങ്ങനെ കാണും. ഇതിൻ്റെ മുമ്പ് 2 കുമ്പളങ്ങൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അതിൽ ഒന്ന് എന്നങ്ങനെ ഒരു കുത്തുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഭാഗം കേടന്ന് പോയി എന്നൊക്കെ പറയാൻ കേട്ടോ മുത്തമ്മ. പിന്നെ വേറൊരു കുമ്പളങ്ങ ഉണ്ടായ സ്ഥലം കാണിച്ചു കേട്ടോ. അത് പടവും മുളിച്ചതാട്ടോ. മറ്റേത് മൂത്തമ്മ കുഴിച്ചിട്ടതായിരുന്നു. പിന്നെ ഇവിടെ പശുവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുമ്പളങ്ങ ഉണ്ടായ സ്ഥലം കേട്ടോ തോട്ടി കൊണ്ട് കാണിച്ചിരുന്നത്. ഒരു വടിയെടുത്ത് കാണ്ട് ഒരു മണലിലാണ് അത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതും നല്ല അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി അതിന്മേൽ നല്ല കായകളുണ്ടായാൽ നല്ല അടിപൊളിയാവും.